നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ അതാണ് നേഷൻ ഫസ്റ്റിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ റിപ്പോർട്ടർമാരും നമ്മുടെ ന്യൂസ് ഡെസ്കും ഒക്കെ തന്നെ സജീവമായി എപ്പോഴും സജ്ജമായിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് രാജ്യ തലസ്ഥാനത്തെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് വരുന്നതാണ്. ആ ഒരു വാർത്തയോടുകൂടി ഇന്നത്തെ നേഷൻ ഫസ്റ്റ് ആരംഭിക്കാം. അതിൽ പ്രധാനമായും നമുക്കറിയാം, ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അങ്ങനെയുള്ള ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വിഘടിച്ച് നിന്ന കുറച്ച് നേതാക്കൾ, അതിൽ ഡൽഹി കോർപ്പറേഷനിലെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അങ്ങനെ ഒരു 16 കൗൺസിലർമാർ അവർ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് മാറുകയും ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ആ പാർട്ടി BJPയിൽ ലയിച്ചതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി ഘടകം കൺവീനർ സൗരവ് ഭരദ്വാജ് BJPക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. BJPയാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് തങ്ങൾക്ക് അറിയാമായിരുന്നു എന്നാണ് സൗരവ് ഭരദ്വാജ് പറയുന്നത്. മാത്രമല്ല, ഓപ്പറേഷൻ ലോട്ടസിനുള്ള നീക്കങ്ങൾ BJP ഡൽഹിയിൽ തുടങ്ങിയപ്പോൾ തന്നെ അക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലുള്ള ആ ഒരു രാഷ്ട്രീയ വൈരം അത് കൂടുതൽ മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഡൽഹി മുനിസിപ്പാലിറ്റിയുടെ ഈ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ അവർ ആം ആദ്മി പാർട്ടി വിട്ടുപോയി മറ്റൊരു പാർട്ടിയായി നിൽക്കുന്നതിനുള്ള തീരുമാനമെടുത്തത്. അവർ പാർട്ടി വിട്ടു പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയത് പാർട്ടിയെ നിയന്ത്രിച്ച ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയും അടക്കമുള്ള നേതാക്കളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയാണ്. അവർ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു, അവരുടെ ഏകാധിപത്യം ഈ പാർട്ടിയിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രമുഖരായ ജനപിന്തുണയുള്ള ഈ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ആം ആദ്മി പാർട്ടി വിട്ടുപോവുകയും ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തത്. അവർ കഴിഞ്ഞ ദിവസം ആ ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടിയെ BJPയിൽ ലയിപ്പിച്ചിരുന്നു. ആ വാർത്ത നമ്മൾ നേഷൻ പ്ലസിലൂടെ കാണുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനെതിരെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് സൗരവ് ഭരദ്വാജ് രംഗത്ത് വന്നിരിക്കുന്നത്. സൗരവ് ഭരദ്വാജ് പറയുന്നത് ഈ ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. ഈ ആം ആദ്മി പാർട്ടിയുടെ കോർപ്പറേഷൻ കൗൺസിലർമാരെ ഉൾപ്പെടെ അടർത്തിയെടുത്തത് BJPയുടെ രാഷ്ട്രീയ കുതന്ത്രമാണ് എന്നുള്ള ഒരു ആരോപണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. എന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇത്തരം കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ 250 അംഗങ്ങളുള്ളതിൽ ഇപ്പോൾ 139 പേരുടെ പിന്തുണ BJPക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വരാനിരിക്കുന്ന ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒപ്പം തന്നെ സോണൽ ഇലക്ഷനുകളിലൊക്കെ വലിയ ഒരു മേൽക്കൈ BJPക്ക് നൽകുകയും ചെയ്യും. എന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ട്രിപ്പിൾ എഞ്ചിൻ ഭരണ സംവിധാനം തന്നെയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു വികസനം ഇനി രാജ്യ തലസ്ഥാനത്ത് യാഥാർത്ഥ്യമാകും. കാരണം കൃത്യമായി പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്ന എല്ലാവർക്കും വികസനം, എല്ലാവരിലേക്കും വികസനം എത്തുക എന്ന കാഴ്ചപ്പാടോടുകൂടി ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ഒന്നായി, അത് കേന്ദ്ര സർക്കാരായാലും ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരായാലും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഭരണസമിതി ആയാലും ഇതെല്ലാം ഒറ്റക്കെട്ടായി ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഡൽഹിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാനിപ്പോൾ ഈ നേഷൻ ഫസ്റ്റിൽ ഇവിടെ എനിക്ക് പിന്നിലായി കാണാൻ കഴിയുന്നത് അക്ഷർധാം ക്ഷേത്രമാണ്. അത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യ തലസ്ഥാനത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത് അക്ഷർധാം ക്ഷേത്രത്തിനാണ്. സ്വാമി നാരായൺ വിഭാഗം പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ വിശ്വാസധാരയെ പിന്തുടർന്നുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയും ഈ ക്ഷേത്രം പറയുന്ന സംസ്കാരവും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിശ്വാസധാരയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും സജീവമായി നടക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ ക്ഷേത്രം പലപ്പോഴും പലരുടെയും കണ്ണിലെ കരടായി മാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കനത്ത ഒരു സുരക്ഷാ സംവിധാനം ഈ ക്ഷേത്രത്തിനായി ഏർപ്പെടുത്തുകയും ചെയ്യുന്നത്. സ്വാമിനാഥൻ അതുമല്ലെങ്കിൽ ഈ സ്വാമിനാരായൺ സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്ഷേത്രമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായ അഹമ്മദാബാദിലെ അക്ഷർധാം ക്ഷേത്രത്തിന് നേർക്ക്
ഭീകരവാദികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രാജ്യതലസ്ഥാനത്തെ അക്ഷർധാം ക്ഷേത്രത്തിനും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അക്ഷർധാം ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, രാജ്യതലസ്ഥാനത്തെ പ്രത്യേകിച്ച് ഡൽഹി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഒന്ന്, തീർത്ഥാടന വിനോദസഞ്ചാരം എന്ന് പറയുന്ന പദ്ധതിയിൽ അക്ഷർധാം ക്ഷേത്രത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് ചാർധാം യാത്രയ്ക്ക് ഹിമാചൽ പ്രദേശിലേക്ക്, ഉത്തരാഖണ്ഡിലേക്ക് ഒക്കെ പോകുന്നവർ, കാരണം ഉത്തരാഖണ്ഡിൽ നടക്കുന്ന കേദാർനാഥ് അടക്കം ബദ്രീനാഥ് അടക്കമുള്ള ക്ഷേത്രങ്ങളിലേക്കുള്ള ഈ ഒരു ചാർധാം യാത്ര, ഇതുമായി ബന്ധപ്പെട്ട് ഹിമാചൽ പ്രദേശും മറ്റും വലിയ ടൂറിസം പദ്ധതികൾ വികസിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഡൽഹിയെ കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അക്ഷർധാമിനെ കൂടി അതിൽ ഉൾപ്പെടുത്തുക എന്ന ഒരു പദ്ധതി ഡൽഹി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. എന്തായാലും രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ ഒരു വിനോദസഞ്ചാരത്തിൻ്റെ ഒപ്പം തീർത്ഥാടനത്തിൻ്റെ ഒക്കെ ഒരു കേന്ദ്രമാക്കി ഈ അക്ഷർധാം ക്ഷേത്രത്തെ മാറ്റുന്നതിനുള്ള എല്ലാ പദ്ധതികളും ഡൽഹി സർക്കാർ ആവിഷ്കരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കേരളത്തിനും ഇതൊക്കെ മാതൃകയാക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, പ്രത്യേകിച്ച് പിൽഗ്രിമേജ് ടൂറിസം അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ പല പദ്ധതികളും ഇത്തരത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മനോഹരമായ ഈ ഒരു അക്ഷർധാം ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലെ ആ പച്ചപ്പ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു അക്ഷർധാം ക്ഷേത്രത്തെ എങ്ങനെയാണോ ഡൽഹി സർക്കാർ ഉപയോഗിക്കുന്നത്, ആ രീതിയിൽ നമ്മുടെ കേരളത്തിലും വലിയ സാധ്യതകളുണ്ട്. അത്തരം സാധ്യതകൾ ഉപയോഗിക്കുന്നതിനുള്ള ഇച്ഛാശക്തിയാണ് ഒരു ഭരണകൂടത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഭരണകൂടത്തിനൊക്കെ ഉണ്ടാവേണ്ടത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഈ അക്ഷർധാം ക്ഷേത്രത്തിൻ്റെ നിങ്ങൾ കാണുന്ന മനോഹരമായ ആ ദൃശ്യങ്ങൾ, അത് നമ്മുടെ ക്യാമറാമാൻ കൃഷ്ണകുമാറാണ് പകർത്തുന്നത്. ഏറ്റവും മനോഹരമായ ഡൽഹിയിലെ ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അക്ഷർധാം ക്ഷേത്രം. ആ മനോഹരമായ ദൃശ്യങ്ങൾ കാട്ടിത്തന്നത് നമ്മുടെ ക്യാമറാമാൻ കൃഷ്ണകുമാറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനത്ത് ഒരു സംഭവമുണ്ടായി. ആ സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലൊക്കെ വലിയ ഒരു പ്രതിഷേധമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ FCRAയുമായി ബന്ധപ്പെട്ട് സഭകളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു, ന്യൂനപക്ഷങ്ങളെ ഒക്കെ ന്യൂനപക്ഷങ്ങൾക്ക് വരുന്ന ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു. ഇതെല്ലാമായിരുന്നു FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലും രാജ്യത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ഉടലെടുത്ത ഒരു വിവാദം. അത് കേരളത്തിലാണ് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ഒക്കെ ചെയ്തത്. കാരണം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ BJPയെ ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിക്കുന്നതിനുള്ള ചില നീക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ കൃത്യമായിട്ട് തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യത്തിലുള്ള നിലപാട് സഭാ നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് CBCIയുടെ നേതാക്കൾ അവർ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ 2010 ഈ നിയമത്തിൽ ചില മാറ്റങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എന്തേ പ്രതിഷേധിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ഈ CBCIയെ നയിക്കുന്നവർ മൗനം പാലിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം തന്നെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വാർത്തയും അതിലെന്താണ് സംഭവിച്ചതെന്നും ഈ FCRA നിയമ ഭേദഗതി അതുമല്ലെങ്കിൽ 2010 അതിന് കോൺഗ്രസ് സർക്കാരാണ് തുടക്കമിട്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങളും പ്രതിപക്ഷ പാർട്ടികളോട് ഇപ്പോൾ ഇക്കാര്യത്തിൽ CBCI വിശദീകരണം ചോദിക്കുന്നതും ഒക്കെ ജനം TV തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്നുള്ളതും എന്തുകൊണ്ടാണ് ഇതിൽ CBCIയുടെ ഭാഗത്ത് നിന്ന് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് ഈ വാർത്തയിൽ കാണാം. CBCI പ്രസിഡന്റ് കർദിനാൾ ആന്റണി പൂലയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അമിത്ഷായെ കണ്ടത്. ക്രൈസ്തവ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടല്ല വിദേശ സംഭാവന നിയന്ത്രണ നിയമമെന്ന് CBCI സംഘത്തോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ക്രൈസ്തവ വിഭാഗങ്ങളുടെ ആശങ്ക സർക്കാർ മനസ്സിലാക്കുന്നു. ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളിൽ പോലീസ് കേസെടുത്തില്ലെങ്കിൽ തന്നെ നേരിട്ടറിയിക്കാനും അമിത്ഷാ നിർദ്ദേശിച്ചു. ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളിൽ താൻ നേരിട്ട് നടപടി ഉറപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി സഭാ പ്രതിനിധികളെ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി
മന്ത്രി 45 മിനിറ്റോളം CBCI സംഘത്തെ കേട്ടു. 2010 കോൺഗ്രസ് ഭരണകാലത്ത് FCRA നിയമം വന്നപ്പോൾ എന്തുകൊണ്ട് സഭ എതിർപ്പുയർത്തിയില്ലെന്ന് അമിത്ഷാ ചോദിച്ചു. കോൺഗ്രസ് MPമാർ വ്യക്തത വരുത്തട്ടെ എന്നും 2010 ഈ വിഷയം ഉന്നയിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ പറഞ്ഞു. We expressed our concerns and he promised us that any untoward incident can be taken to him and he will stand by us, and that's what we are coming with the happy news. And at the end we gave the memorandum expressing our concerns, especially FCRA and about the scheduled caste and scheduled tribe. ഇതിൽ നിന്ന് തന്നെ സഭയുടെ ഇക്കാര്യത്തിലെ സമീപനത്തിലെ വ്യത്യാസം വ്യക്തമാണ്. FCRA വഴി വരുന്ന പണത്തിൽ 3000 കോടി രൂപയാണ് ക്രൈസ്തവ ബന്ധമുള്ള NGOകൾക്ക് ഒരു വർഷം ലഭിക്കുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ CBCI സംഘത്തെ അറിയിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ക്രൈസ്തവർക്കെതിരായ ആക്രമണം, മണിപ്പൂർ സംഘർഷം എന്നിവയും അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. 2010 കോൺഗ്രസ് ഭരണകാലത്ത് FCRA നിയമം വന്നപ്പോൾ എന്തുകൊണ്ട് സഭ എതിർപ്പുയർത്തിയില്ലെന്ന അമിത്ഷായുടെ ചോദ്യവും സഭ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനവും സഭ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പക്ഷപാതപരമായ നിലപാട് തന്നെയാണ് തുറന്നു കാട്ടുന്നത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറെ ചർച്ചയായ വിഷയമാണ് FCRA ഭേദഗതി. എന്നാൽ 2010 കോൺഗ്രസ് നയിച്ച UPA ഭരണകാലത്താണ് ഈ നിയമം വന്നതെന്നും അന്ന് എന്തുകൊണ്ട് എതിർപ്പുയർത്തിയില്ല എന്ന ചോദ്യം അത് സഭാ നേതൃത്വത്തെ വേട്ടയാടുകയാണ്. എതിർപ്പിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യം എന്ന സംശയം തന്നെയാണ് ബലപ്പെടുന്നത്. ജനം, ഡൽഹി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് അത് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഒന്ന് വഖഫ് അമെൻഡ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്, രണ്ടാമത്തത് എന്ന് പറയുന്നത് ശരീഅത്തുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ശരീഅത്തുമായി ബന്ധപ്പെട്ട് ഇമാം അസോസിയേഷന്റെ അധ്യക്ഷൻ മൗലാന സാജിദ് റഷീദി നടത്തിയ ഒരു പ്രസ്താവന, ആ പ്രസ്താവന വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ശരീഅത്തിനെ അനുകൂലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഉള്ള അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. ആ നിലപാട് വ്യക്തമാക്കുന്നതിലൊന്നും ആരും എതിരല്ല. എന്നാൽ പറയുമ്പോൾ ഈ രാജ്യത്ത് ഒരു ഭരണഘടന ഉണ്ട് എന്നുള്ള ബോധമൊക്കെ ഈ ഇമാം അസോസിയേഷന്റെ തലവന് ഉണ്ടാകേണ്ടതാണ്. കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത് പെൺകുട്ടികളെ ഋതുമതിയാകുമ്പോൾ തന്നെ കല്യാണം കഴിപ്പിക്കാമെന്നാണ്, ശരീഅത്തിൽ അങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ രാജ്യത്ത് നിയമമുണ്ട്, ഈ രാജ്യത്ത് ഭരണഘടനയുണ്ട് എന്നൊന്നും ഈ മൗലാന സാജിദ് റഷീദി അറിയുന്നില്ല. അതുമല്ലെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതുമില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന അപലപനീയമാണെന്ന് BJP നേതാവ് ഷാനവാസ് ഹുസൈൻ പറഞ്ഞത്. ഷാനവാസ് ഹുസൈൻ്റെ വാക്കുകൾ കേട്ടതിന് ശേഷം നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. देखिए, बहुत दुर्भाग्यपूर्ण है ये बयान। मौलाना साजिद रशीदी का ये बयान दुर्भाग्यपूर्ण है, इसकी घोर निंदा करते हैं। इस तरह के बयान देकर पूरी कम्युनिटी को वो बदनाम कर रहे हैं। वो अपने आप को इमाम कहते हैं। इस तरह की भाषा उनको नहीं बोलनी चाहिए, माफी मांगनी चाहिए। ഒരു സമുദായത്തെ ആകെ നാണം കെടുത്തുന്ന പ്രസ്താവനയാണ് റഷീദിയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്നാണ് ഷാനവാസ് ഹുസൈൻ ചൂണ്ടിക്കാട്ടിയത്. ഷാനവാസ് ഹുസൈൻ രൂക്ഷമായ ഭാഷയിലാണ് ഈ ഇമാം അസോസിയേഷൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയെ വിമർശിച്ചിരിക്കുന്നത്. ശക്തമായിട്ട് അദ്ദേഹം ഇതിനെ അപലപിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ വിഷയത്തിലുള്ള ഈ നിലപാടിനോടുള്ള കൃത്യമായിട്ടുള്ള ഒരു എതിർപ്പ് BJP നേതാവ് എന്ന നിലയിൽ ഷാനവാസ് ഹുസൈൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. മറ്റു ചില BJP നേതാക്കളും രൂക്ഷമായ ഭാഷയിലാണ് ഇമാം അസോസിയേഷൻ പ്രസിഡന്റിനെ വിമർശിച്ചത്. ചിലർ പറഞ്ഞത് ശരീഅത്ത് നിയമമായി, അതുമല്ലെങ്കിൽ ശരീഅത്തിനെ അംഗീകരിക്കുന്നവർ അവർ നേരത്തെ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വാങ്ങിപ്പോയതാണ്. അപ്പോൾ ഇവിടെയും ഈ ശരീഅത്തിനെ നിയമമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർ പാകിസ്ഥാനിലേക്ക് പോകണം, അതിനുവേണ്ട എല്ലാ സൗകര്യവും സർക്കാർ തന്നെ ചെയ്തു കൊടുക്കണം എന്നതടക്കമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഈ വിഷയത്തിൽ ചില BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, നിയമവിദഗ്ധർ അടക്കമുള്ളവർ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇമാം അസോസിയേഷൻ തലവൻ മൗലാന സാജിദ് റഷീദി നടത്തിയ ഈ പ്രസ്താവന എന്ന് പറയുന്നത് അത് രാജ്യത്തിൻ്റെ ഭരണഘടനയെ, നിയമ സംവിധാനങ്ങളെ ഒക്കെ വെല്ലുവിളിക്കുന്നതായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഷാനവാസ് ഹുസൈൻ അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട
സംഭവം നടക്കുന്നത് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലാണ്. പാക് അധിനിവേശ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവരുടെ ആവശ്യം മറ്റൊന്നുമല്ല, പാക് ഭരണകൂടം ഇനി തങ്ങളെ നിയന്ത്രിക്കരുത്, അതുമല്ലെങ്കിൽ തങ്ങളെ സ്വതന്ത്രരാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഏകദേശം 1 മാസത്തിലേറെയായി പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. ഈ പ്രതിഷേധത്തിന് കാരണമെന്ന് പറയുന്നത് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സന്നദ്ധ സംഘടനയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ നിരോധിക്കുന്നതിന് പാക് സർക്കാർ എടുത്ത തീരുമാനമാണ്. ഈ തീരുമാനത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുകയും പാക് ഭരണകൂടവും പാക് സൈന്യവും അവരെ നേരിടുകയും ചെയ്തു. ഏകദേശം 69ഓളം പേർ മരിച്ചു എന്ന് ചില ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. എന്നാൽ മരണസംഖ്യ 200ഓളം വരുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. എന്തായാലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഈ പ്രതിഷേധത്തെ നേരിടുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ഭരണകൂടം അവർ അതിനായി പാക് ഭരണകൂടത്തിൻ്റെ എല്ലാ പിന്തുണയും തേടിയിട്ടുണ്ട്. കൂടുതലായി സൈന്യത്തെ അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യം ഈ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സർക്കാർ പാക് ഭരണകൂടത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പുതിയതായി അനുവദിക്കുന്ന സൈന്യം, അത് പാക് റേഞ്ചേഴ്സിൽ നിന്നടക്കമുള്ളവർ, ഫ്രോണ്ടിയർ ഫോഴ്സിൽ നിന്നടക്കമുള്ളവർ ഒക്കെ ഉണ്ടാകണം എന്നുള്ള ഒരു കത്താണ് ഈ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സർക്കാർ പാക് ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത്. ഏകദേശം 17,000ഓളം സൈനികരെ വിന്യസിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തെ നേരിടുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പും ശ്രമവുമാണ് പാക് ഭരണകൂടം നടത്തുന്നത്. കാരണം ജൂലൈ 15-ന് മുസഫറാബാദിലേക്ക് വലിയ ഒരു മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള എല്ലാ മുൻകരുതലുകളും പാക് ഭരണകൂടം ഈ പാവപ്പെട്ട ജനങ്ങളെ നേരിടുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നത്. പാക് ഭരണകൂടത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം. ഒപ്പം തന്നെ പാക് ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അവർ ആസാദി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്. അവർ ഭാരതത്തെ ഇപ്പോൾ വല്ലാതെ സ്നേഹിക്കുവാനും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത് CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റിയാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ കേന്ദ്ര കമ്മിറ്റി എന്ത് വിഷയമാണ് ഇത്രയും വലിയ കാര്യഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നതെന്ന് ചിന്തിക്കുമ്പോൾ അത് CPIM നേതൃത്വം നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്ന കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയമാണ്. പരാജയത്തിൻ്റെ കാരണം ഇതുവരെയും CPIM കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പോളിറ്റ് ബ്യൂറോയും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ ചേർന്ന് ഈ വിഷയം കാര്യമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നത്. CPIMൻ്റെ കേരള സംസ്ഥാന ഘടകം നേരത്തെ കീഴ്ഘടകങ്ങളൊക്കെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ച നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പിന്നാലെ കീഴ്ഘടകങ്ങളിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെയൊക്കെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ടിംഗ് സംസ്ഥാന ഘടകം പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ നടത്തുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് വിശാലമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായുള്ള കേന്ദ്ര കമ്മിറ്റി ചേരുകയും തിരുത്തൽ രേഖ രൂപം നൽകുകയും ഒക്കെ ചെയ്തത്. ആ തിരുത്തൽ രേഖയ്ക്ക് പോലും കാരണമായത് കേരളത്തിലെ ഈ വലിയ ഒരു പരാജയമാണ്. കേരളത്തിൽ എന്തുകൊണ്ട് തോറ്റു എന്ന യാഥാർത്ഥ്യം, അതുമല്ലെങ്കിൽ എന്താണ് തോൽവിക്ക് കാരണം എന്ന് മനസ്സിലാക്കുന്നതിന് CPIMന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ കമ്മിറ്റികളും യോഗങ്ങളും ഒക്കെ ചേർന്ന് ഇത് സംബന്ധിച്ചുള്ള വിശകലനം നടത്തുന്നത്. എന്തായാലും എന്തുകൊണ്ടാണ് തോറ്റത് എന്നും അതുമല്ലെങ്കിൽ ഇനി എങ്ങനെ തോക്കാതിരിക്കാം എന്നത് സംബന്ധിച്ചുള്ള തിരുത്തലുമൊക്കെ CPIM സ്വീകരിക്കും എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. കാരണം CPIM ആയതുകൊണ്ട് എന്തായിരിക്കും അവരുടെ തീരുമാനം, എന്തായിരിക്കും അവർ നടപ്പിലാക്കുക എന്നതൊക്കെ അവർക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ടാണല്ലോ അവർക്ക് എന്തുകൊണ്ടാണ് പാർട്ടി തോറ്റത് എന്ന് പോലും ഇത്രയും കമ്മിറ്റികൾ ചേർന്നിട്ട് പോലും കണ്ടെത്താൻ കഴിയാതെ പോയത്. എന്തായാലും അത് ആ രീതിയിൽ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അത് ഡൽഹിയിൽ യോഗം ചേരുകയും 3 ദിവസമാണ് ഈ യോഗം ഉണ്ടായിരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും CPIMനെ സംബന്ധിച്ചിടത്തോളം ഈ യോഗത്തിൽ ഏറ്റവും നിർണായകമാവുക കേരളത്തിലെ പരാജയം സംബന്ധിച്ചുള്ള പാർട്ടിയുടെ വിലയിരുത്തൽ തന്നെയാകും.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നാണ്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ മാറ്റമാണ് ആ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, പ്രത്യേകിച്ച് മമതാ ബാനർജി നേതൃത്വം നൽകിയ ആ സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ചില നയപരിപാടികൾ, ചില പദ്ധതികൾ ഇതൊക്കെ തന്നെ അഴിമതിയിൽ മുങ്ങിയതായിരുന്നു എന്നുള്ളത് അത് അന്ന് തന്നെ പരസ്യമായ രഹസ്യമായിരുന്നു. പലപ്പോഴും പലരും പശ്ചിമ ബംഗാൾ അഴിമതിയിൽ മുങ്ങുന്നു എന്നുള്ള വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ദോഷം പറയരുതല്ലോ, പലരും അക്കാര്യം മറച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ സുവേന്ദു അധികാരി തന്നെ ഒരു കാര്യം വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. സുവേന്ദു അധികാരി പറഞ്ഞത് മറ്റൊന്നുമല്ല, 25 ലക്ഷം വീടുകൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുമെന്നാണ്. കാരണം വീടില്ലാത്ത ജനങ്ങൾ പശ്ചിമ ബംഗാളിൽ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി ആവാസ് യോജന ആ പദ്ധതി പോലും സംസ്ഥാനത്ത് അട്ടിമറിക്കപ്പെട്ടു എന്നും സുവേന്ദു അധികാരി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ഇനി ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കും, അതും സുതാര്യമായി തന്നെ നടപ്പിലാക്കും. മാത്രമല്ല, ഈ കേന്ദ്ര പദ്ധതികളും സംസ്ഥാന പദ്ധതികളും ഒക്കെ നടപ്പിലാക്കുമ്പോൾ അത് അഴിമതി കൂടാതെ പൂർണ്ണമായും സുതാര്യമായി തന്നെ നടപ്പിലാക്കുമെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തേണ്ടതെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം നമുക്കറിയാം, ഏകദേശം 3 പതിറ്റാണ്ടിലേറെ പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷ ഭരണമായിരുന്നു. പിന്നീട് 15 വർഷത്തോളം മമതാ ബാനർജിയുടെ ഭരണമുണ്ടായിരുന്നു. ഇതിലൊക്കെ ആ സംസ്ഥാനത്ത് നടന്നത് സമാനതകളില്ലാത്ത ജനദ്രോഹ നടപടികളും അഴിമതിയും ഏകാധിപത്യവും അക്രമ രാഷ്ട്രീയവും ഒക്കെയാണ്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം പശ്ചിമ ബംഗാൾ മുക്തമാകുന്നു എന്നുള്ളതാണ് സുവേന്ദു അധികാരിയുടെ വാക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. ശക്തമായി തന്നെ കടുത്ത നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് സുവേന്ദു അധികാരി വ്യക്തമാക്കുകയാണ്. എന്തായാലും ബംഗാൾ മാറ്റത്തിൻ്റെ പാതയിൽ തന്നെ എന്ന് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ജനം TV റിപ്പോർട്ട് ചെയ്തതായിരുന്നു, നമ്മുടെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന VD സതീശൻ സർക്കാർ സുപ്രീം കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിലർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുത്തിരുന്നു. അതിൽ സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്നുള്ള ഒരു പദവി പുതിയതായിട്ട് സൃഷ്ടിക്കുകയും ചെയ്തു. അത് ചട്ടലംഘനം എന്നുള്ള ഒരു ആരോപണമൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സ്റ്റാൻഡിംഗ് കൗൺസിലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ പ്രസിദ്ധപ്പെടുത്തിയ പേരുകൾ, ആ പേരുകളിൽ ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ സർക്കാരിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അതുമല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനമാണ് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സർക്കാർ എന്ന് പറയുമ്പോഴും അതിനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നുള്ള ഒരു ആരോപണം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. മാത്രമല്ല, അധികാരമേറ്റ ആദ്യ ദിനം മുതൽ തന്നെ VD സതീശൻ സർക്കാർ സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രീണന നിലപാടുകളും നയങ്ങളുമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് കേരളത്തിലെ UDF സർക്കാരിൻ്റെ മുഖമുദ്ര എന്നുള്ള ഒരു ആരോപണവും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ആ വാർത്തയിലേക്ക്, കേരളത്തിലെ VD സതീശൻ സർക്കാരിനെ രൂക്ഷമായ ഭാഷയിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് വിമർശിക്കുന്നത്. കേരള സർക്കാർ സുപ്രീം കോടതി അഭിഭാഷകരെ നിയമിച്ചതിൽ വിവേചനം പ്രകടമാണ്. ഇക്കാര്യത്തിൽ പുനഃപരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാകണമെന്നും VHP വക്താവ് വിനോദ് ബെൻസൽ പറഞ്ഞു. The way the Kerala government is working, from the day one, it was apparent because this is the government of the Congress-led Muslim government or Muslim League government. On the same lines, they appointed the attorneys to the Supreme Court. Only Muslims and Christians are there in the Kerala. Why? Nobody is going to represent Hindu community also. The government should introspect and see that you may belong to Congress or and the Muslim League, but you are the representative for the entire citizens of the state, which includes more than 55% Hindu population also. കേരളത്തിലേത് കോൺഗ്രസ് നയിക്കുന്ന മുസ്ലിം ലീഗ് സർക്കാരാണ്. സർക്കാർ അധികാരമേറ്റ ആദ്യ ദിനം മുതൽ തന്നെ വിവേചനം പ്രകടമാണ്. കോൺഗ്രസ് സ്വീകരിക്കുന്ന ന്യൂനപക്ഷ പ്രീണന നയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് VD സതീശൻ സർക്കാരിന്റെ നടപടി. സുപ്രീം കോടതി അഭിഭാഷക നിയമനത്തിൽ ചട്ടലംഘനം അടക്കമുള്ള ആരോപണങ്ങൾ സർക്കാർ നേരിടുകയാണ്. ആദർശ് TS, ജനം, ഡൽഹി.
മറ്റൊരു സുപ്രധാനമായ വാർത്ത എന്ന് പറയുന്നത് മെസ്സേജിംഗ് ആപ്പുകൾക്ക് കടിഞ്ഞാണിടുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഈ മെസ്സേജിംഗ് ആപ്പുകളുടെ നിയന്ത്രണത്തിനായുള്ള ഒരു ഏകീകൃത ചട്ടം കൊണ്ടുവരുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ യൂസർ നെയിം ഫീച്ചറുമായി ബന്ധപ്പെട്ട് വാട്സപ്പിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകിയിരുന്നു. അവർ കഴിഞ്ഞ ദിവസം അതിനുള്ള മറുപടിയും നൽകുകയും ചെയ്തിരുന്നു. ഈ മറുപടി വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ എന്ത് നടപടികൾ സ്വീകരിക്കും എന്നുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഈ ടെലഗ്രാം, വാട്സപ്പ് അടക്കമുള്ള മെസ്സേജിംഗ് ആപ്പുകളെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കർശനമായിട്ടുള്ള നിയമനിർമ്മാണം, അതുമല്ലെങ്കിൽ അതിനായുള്ള ചട്ടങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ആലോചന തുടങ്ങിയിരിക്കുകയാണ്. ഈ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു പ്ലാറ്റ്ഫോമിന് മാത്രമായി പ്രത്യേക നിയന്ത്രണങ്ങൾ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ എല്ലാ മെസ്സേജിംഗ് ആപ്പുകളെയും നിയന്ത്രിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ചട്ടനിർമ്മാണത്തിനായി തയ്യാറെടുക്കുന്നത്. നമുക്കറിയാം, ടെലിഗ്രാമിന് നേരത്തെ നീറ്റ് പരീക്ഷ നടക്കുന്നതിന് മുമ്പായി തന്നെ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ടെലഗ്രാമിനെ വിലക്ക് ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് അതിനെതിരെ ടെലഗ്രാം ഡൽഹി ഹൈക്കോടതിയെ ഒക്കെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി സർക്കാർ തീരുമാനത്തെ ശരിവയ്ക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആപ്പുകളെ ചിലപ്പോഴൊക്കെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഏകീകൃതമായുള്ള ചട്ടങ്ങൾ കൊണ്ടുവരുന്നതിന് കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമമന്ത്രാലയം നിയമവിദഗ്ധരുമായിട്ടും IT വിദഗ്ധരുമായിട്ടും ഒക്കെ കൂടിയാലോചനകൾ നടത്തുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാകും ഇത്തരത്തിലുള്ള മെസ്സേജിംഗ് ആപ്പുകൾക്ക് കടിഞ്ഞാണിടുക എന്നത്.